അപ്പൊ നമ്മള് എങ്ങനെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് പഠിച്ചത്? ഫസ്റ്റ് മോഡ്യൂളിൽ എന്താ പഠിച്ചത്? ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞില്ലേ? ഫസ്റ്റ് മോഡ്യൂൾ എന്തായിരുന്നു പഠിച്ചത്? ഹലോ, ഇതെന്താ ഇത്? 20 പേരെങ്കിലും മിനിമം ആവറേജ് കയറുന്നുണ്ട്, എന്നിട്ടും ഒന്നും ഓർമ്മയില്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്താ പഠിച്ചത്? ഗൗതം കെ പി, ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് പഠിച്ചത്? എടാ എല്ലാരും വീഡിയോ ഒന്ന് ഓണാക്കിയടാ, എല്ലാരും ഒന്ന് വീഡിയോ ഒന്ന് ഓണാക്കിയ. ഹലോ, ആ വീഡിയോ ഒന്ന് ഓണാക്കിയേ. ഓണാക്ക ഓട്ടെ. ആ സുദീപ് പോൾ, അഭിജിത്ത് വി ആർ. ഏതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എന്താ പഠിച്ചത്? ആദർശ് രാജു, ആ വീഡിയോ ഓണാക്കണം, എല്ലാരും വീഡിയോ ഓണാക്കാം, രണ്ടുപേരെ തിരിക്കണ്ട. ഫസ്റ്റ് മോഡലിൽ എന്താ പഠിച്ചത്? തെർമോഡൈനാമിക് പ്രോസസ്. ഷാഫി അബ്ബാസ്, അരവിന്ദ് ഘോഷ്. ഇങ്ങനെ എടുക്കണേന് നല്ലത്. ഏതായാലും ഇച്ചിരി പൈസ ചെലവാട്ടെ. ഓണാക്കട. അൽകേഷ് പി ഡി, നിതിൻ സുരേഷ്, ആദർശ് യു, ജോൺ സ്റ്റെബിൻസൺ, ആഷിഖ് ജോസ്, ആദർശ്, പർവീസ് ഫിറോസ്, നിതിൻ സുരേഷ്, അരവിന്ദ് ഘോഷ്, ഷാഫി അബ്ബാസ് ഇല്ലടാ, ഷാഫി അബ്ബാസ്. നമ്മൾ ആദ്യത്തെ മോഡലിൽ തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് പഠിച്ചത്. ഇത് അരമണിക്കൂർ കൊണ്ട് ഞാനിപ്പോ തീർത്തരാം. തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് പഠിച്ചത്. ഇന്ന് വാദന നടത്തണം. എടാ വരുന്നവരാ വീഡിയോ ഒന്ന് ഓണാക്കിയ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിച്ചു, പിന്നെ ആ പ്രോസസ്സുകൾ വെച്ച് ഉള്ള സൈക്കിളുകൾ പഠിച്ചു, പിന്നെ ആ സൈക്കിളുകൾ വെച്ച് വർക്ക് ചെയ്യണ എഞ്ചിൻ പഠിച്ചു. അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത് നമ്മൾ ഓരോന്നത്? അല്ലേ? ആകെ ഒരു അതേ ഉണ്ട്, ഒരുത്തം മാത്രം അതേന്ന് പറയണേക്കാം. ഒന്നാമത് ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് മടുത്താണ്, ഒന്നും ചെയ്യാനില്ല. ആദ്യം തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിച്ചു, അതിന്റെ വർക്ക് ഡൺ, ഹീറ്റ് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? തെർമോഡൈനാമിക് സൈക്കിൾ പഠിച്ചില്ല, കേട്ടു. ആ സൈക്കിൾ വെച്ച് വർക്ക് ചെയ്യണ എഞ്ചിനുകൾ പഠിച്ചു. അല്ലേ? അങ്ങനെയല്ല പഠിച്ച്. ഇനി എഞ്ചിന്റെ എഫിഷ്യൻസി കാണുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഈ മോഡലിൽ അടുത്ത ഭാഗം, തേർഡ് മോഡലിൽ ഫസ്റ്റ് പാർട്ട്. ഇത് കാണണ്ടല്ലോ? ഹലോ, ഇത് കാണല്ലേ? ഇത് നിങ്ങൾക്ക് ഹീറ്റ് എഞ്ചിൻ ലെവലിൽ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് വരുന്നുണ്ട് ഇതിനകത്ത്. പെർഫോമൻസ് ടെസ്റ്റിംഗ് ഓഫ് ഐസി എഞ്ചിൻ. അതായത് നമുക്ക് ഒരു ഐസി എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അതിന്റെ എഫിഷ്യൻസി എത്ര കിട്ടുന്നുണ്ട്. നമ്മളൊരു വണ്ടി വാങ്ങിക്കണത് എങ്ങനെയാണ്? ഒരു കാറോ ബൈക്കോ വാങ്ങിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹലോ, എന്തൊക്കെയാണ്? മൈലേജ്, പിന്നെന്താ? പവർ എന്തിനാ പറയാ നമ്മള്? പവർ എന്തിനാണ് പറയണ? വണ്ടിയുടെ പവർ BHP അല്ലെ? BHP. പിന്നെ എന്തൊക്കെ നോക്കും? പിന്നെ അടുത്തെന്ത് നോക്കാം? ടോർക്ക്. ടോർക്ക്. പിന്നെ അടുത്ത്
അപ്പൊ ഈ വക കാര്യങ്ങൾ, വണ്ടിയുടെ ഈ വക കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പെർഫോമൻസ് ടെസ്റ്റിംഗ് വഴിയാണ്. അതായത് എഞ്ചിൻ ഉണ്ടാക്കുന്ന അതിന്റെ ഔട്ട്പുട്ടുകൾ നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ മെഷർ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ നമ്മൾ മെക്കാനിക്കലി മെഷർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെർമൽ എഫിഷ്യൻസിയാണ്. അതായത് കൊടുക്കുന്ന ഹീറ്റ് എന്തുമാത്രം കൺവേർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോ നമ്മൾക്ക് ഇതിന്റെ വർക്ക് ഔട്ട്പുട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യണം. അതിനുള്ളതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. അതായത് ഒരു എഞ്ചിൻ എന്തുമാത്രം എനർജി വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഉണ്ടാക്കുന്നു അത് മെഷർ ചെയ്യണം. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങൾ എഞ്ചിന്റെ പെർഫോമൻസിന് വേണ്ടി പഠിക്കേണ്ടി. ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ ഇതെന്തായിരിക്കും? ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹലോ, ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പിസ്റ്റൺ എഞ്ചിനിൽ എവിടെയായിരിക്കും പ്രഷർ ഉണ്ടാവണത്? ഹലോ ഹലോ, പിസ്റ്റന്റെ അവിടെ. ആ ഒരു ഒറ്റ പ്രഷർ കൊണ്ടാണ് ഈ ഫുൾ എനർജി ഉണ്ടാക്കുന്നത്. അല്ലേ അല്ലേ? ഒരൊറ്റ ഫയറിംഗിൽ കിട്ടുന്ന ആ ഒരു പ്രഷർ. അപ്പൊ ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ, ആ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ TDCയിൽ പോയിട്ട് സ്പാർക്ക് ഫയർ ചെയ്യുമ്പോൾ എന്താ പറ്റുക? പിസ്റ്റൺ താഴേക്ക് വരില്ലേ? ഹലോ, പിസ്റ്റൺ താഴേക്ക് വരില്ലേ? അപ്പൊ ടോട്ടൽ പ്രഷറിന് എന്തേലും പറ്റുമോ? പ്രഷറിന് എന്തേലും പറ്റുമോ? പിസ്റ്റൺ ഫയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിസ്റ്റൺ താഴേക്ക് വരുമ്പോ പ്രഷറിന് എന്തേലും പറ്റുമോ? പറ്റൂടാ? പ്രഷർ പല കുറയുമല്ല കൂടുക. കുറയാണെങ്കിലും പല ഏരിയയിലും പല പ്രഷർ ആയിരിക്കില്ലേ? അല്ലേ? ഹലോ, ആ ഫയറിങ് തുടങ്ങി ഫയറിങ് കഴിയുമ്പോഴത്തേനും പ്രഷർ കോൺസ്റ്റന്റ് ആവും. അല്ലെ? എല്ലാ ഏരിയയിലേക്കും പുകയും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ഒരു പ്രഷർ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേനും അതിനെല്ലാത്തിനും ആവറേജ് എടുക്കും. മനസ്സിലായോ? ആ ഫയറിംഗ് കഴിഞ്ഞിട്ടുള്ള പ്രഷറിന്റെ പല പല ഏരിയയിലുള്ള പ്രഷറുകളുടെ എല്ലാത്തിനും ആവറേജ് എടുക്കുക. അതാണ് ഇൻഡിക്കേറ്റീവ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്പീഡ് ഓഫ് ദി എഞ്ചിൻ, ബ്രേക്ക് ടോർക്ക്, ബ്രേക്ക് പവർ. ഈ ബ്രേക്ക് ടോർക്കും ബ്രേക്ക് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്രേക്ക് ടോർക്ക്, ബ്രേക്ക് പവർ എന്നൊക്കെ പറയുന്നത് BHP എന്താണ്? ഹലോ, ബ്രേക്ക് ഹോഴ്സ് പവർ. അതെന്താണ് ബ്രേക്ക് ഹോഴ്സ് പവർ? അതായത് പിസ്റ്റൺ ഫയർ ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന എനർജി മീൻ എഫക്റ്റീവ് പ്രഷറിലുള്ള എനർജി പിസ്റ്റൺ അവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പിസ്റ്റൺ എങ്ങോട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ക്രാങ്കിൽ നിന്ന്. പിന്നെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യും. പിന്നെ അടുത്തത് ഗിയർ ബോക്സ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലുള്ള ഫ്രിക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് ലോസസ് വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാഫ്റ്റിൽ വരുന്ന പ്രഷറിന് അല്ല പവറിനെയാണ് ബ്രേക്ക് പവർ എന്ന് പറയാ. മനസ്സിലായോ? അതാണ് BHP എന്ന് പറയുന്നത്, ബ്രേക്ക് ഫോഴ്സ് പവർ. പിന്നെ മെക്കാനിക്കൽ ലോസസ് എന്തൊക്കെയാണ്? നമ്മള് ഈ മീൻ എഫക്റ്റീവ് പ്രഷർ വെച്ച് ഉണ്ടാക്കുന്ന വർക്കിൽ എന്തുമാത്രം ലോസ് ഉണ്ടെന്ന്. മെക്കാനിക്കൽ എഫിഷ്യൻസിയും തെർമൽ എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എവിടെയെങ്കിലും തെർമൽ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഹലോ, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് കിട്ടുന്ന ആക്ച്വൽ വർക്ക്, ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കുന്ന ഹീറ്റിനെ കുറച്ച് ഭാഗം വർക്ക് ആകാൻ പറ്റുള്ളൂ. വർക്ക് മെഷർ ചെയ്തിട്ട് അതിന്റെ എഫിഷ്യൻസിനാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്നാൽ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേനും കൊടുക്കുന്ന ഹീറ്റ് ഔട്ട്പുട്ടിൽ എന്തുമാത്രം ഹീറ്റ് ഉണ്ട് അത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ. ഈ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ തെർമൽ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടി നോക്കുകയാണെങ്കിൽ തെർമൽ എഫിഷ്യൻസി പിന്നെ കൂടുതലായിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും മെക്കാനിക്കൽ എഫിഷ്യൻസി. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഓരോ എനർജിയും നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും, അത് തന്നെയാണ് സെക്കൻഡ് ലോ പറയണത്. നമ്മൾ ഏത് എനർജിയും കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? ഹലോ, എന്തു പറ്റും? എന്തു പറ്റൂടാ? ഓരോ എനർജിയും കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും?
ഇതൊന്നും പറയണൊന്നും മനസ്സിലാവണില്ല. ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു പോകണോ. എനർജി ലോസ് ആണോ? ആ ഓരോ എനർജിയും കൺവെർട്ട് ചെയ്യുമ്പോ അതിൽ നിന്ന് കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പൊ അടുപ്പിൽ കഞ്ഞി തിളച്ചു കഴിഞ്ഞാല് ആദ്യം തിളക്കാൻ വേണ്ടി ഈ അരി തിളച്ചു കഴിഞ്ഞിട്ടും ഈ ഫുൾ ഹീറ്റ് നേരെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാ എനർജിയും, അതായത് ഇപ്പൊ തെർമൽ എനർജി കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കി. മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് പിന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ലോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. കുറച്ച് ലോസ് പിന്നെയും പോകും പുറത്തേക്ക്, സൗണ്ട് ആയിട്ടും അങ്ങനെ പല രീതിയിലും പോകും. പിന്നെ മൈലേജിന്റെ കാര്യം പറയുമ്പോഴാണ് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയുക. നമ്മള് അതില് മൈലേജ് എന്ന് പറയുന്നത്, മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ കിലോമീറ്റർ റേറ്റിൽ പറയാം. നമ്മളിവിടെ ടെക്നിക്കൽ പറയുമ്പോൾ സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയാം. അതായത് ഇത്ര ഇത്ര ഫ്യൂൽ കൊണ്ട് എന്തുമാത്രം ബ്രേക്ക് പവർ ഉണ്ടാക്കുന്നു, അല്ല എത്ര ഫ്യൂല് കൺസ്യൂം ചെയ്തു, ഇത്ര ബ്രേക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര ഫ്യൂല് കൺസ്യൂം ചെയ്യുക. അതാണ് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന എനർജി ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടിലുള്ള എനർജിയുടെ റേഷ്യോ, തെർമൽ എഫിഷ്യൻസി. എയർ കൺസപ്ഷൻ, ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിൽ കൊടുത്ത ഹീറ്റ്, നമ്മൾ കൊടുത്ത ഹീറ്റ് എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് റിജക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ റിജക്ഷനും യൂട്ടിലൈസേഷനും തമ്മിലുള്ള ഒരു ഷീറ്റിൽ വെറുതെ എഴുതും. കുറെ ഭാഗങ്ങൾ വർക്കായിട്ട് കൺവെർട്ട് ചെയ്ത് പിന്നെ കുറെ എയറിലേക്ക് അബ്സോർബ് ചെയ്ത് പോയി, അങ്ങനെ പല രീതിയിൽ ഹീറ്റ് ലോസ് ആയി പോകും. ഇത് ഉപയോഗിച്ചതും ലോസ് ആയതും തമ്മിലുള്ള ഷീറ്റിലാക്കി എഴുതുന്നതിനാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾക്ക് ഓരോ എഞ്ചിനും നമുക്ക് കിട്ടുന്നത്, ഈ വക ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇനി അത് എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളതാണ്. ഇനി ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ. ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കുന്നത് IMEP എന്ന് പറയാം. ഈ പടം കാണുന്നുണ്ടോ? നമ്മളിപ്പോ പഠിച്ചതായിരുന്നു. ഈ പടം കാണല്ലേ? എന്നൊക്കെ എഴുതിയേക്കണം. ഹലോ, ഈ പടം കാണും. ഈ പടത്തിനകത്ത് ഈ സർക്കിൾ ഉണ്ട്, ഈ എയും ബിയും എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണുണ്ടോ? ഹലോ, ഇത് പ്രഷറിന്റെ ടേംസിൽ നോക്കണേ കണ്ട, ഇത് ഓരോ സിംഗിൾ സെഗ്മെന്റ് ആയിട്ട് എടുക്കണേ കണ്ടോ? പ്രഷർ പല സ്ഥലത്തും പല വേരിയേഷനിലാണ് വന്നേക്കണം അല്ലേ? ആദ്യം ഇതല്ലേ പിസ്റ്റൺ ഫയർ ചെയ്യണ അവിടെ പ്രഷർ കൂടി 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 പിന്നെ ഏറ്റവും കുറവ് വരാൻ വരുന്നുണ്ട് കണ്ട, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരാൻ വരുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ പ്രഷറിനെയും നമ്മളൊരു ചെറിയ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കും. മനസ്സിലായോ? അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ നമ്പർ ഓഫ് സ്ട്രിപ്പ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആവറേജ് പ്രഷർ കിട്ടും. കിട്ടില്ലേ? കിട്ടില്ലേ? എന്നാ കിട്ടും. അപ്പൊ ആദ്യം ഇത് ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം വരയ്ക്കണത് നമ്മൾ പാന്റോഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം വെച്ചിട്ടാ. അതായത് അത് എല്ലാ വർക്ക്ഷോപ്പിലൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരു എഞ്ചിൻ മാനുഫാക്ചറുടെ കയ്യിൽ മാത്രമേ ആ പാന്റോഗ്രാഫ് ഉണ്ടാവുള്ളൂ. ഈ പിസ്റ്റൺ ഇല്ലേ, നമ്മളിപ്പോ വർക്ക് ചെയ്യണ എഞ്ചിന്റെ പിസ്റ്റൺ, ഹലോ, അത് അത് നമ്മള് ഒരു ലിങ്ക് വഴി നമ്മൾ ട്രേസിംഗ് പേപ്പറിലേക്ക് ഒരു പേന കണക്ട് ചെയ്തിട്ട് ആ പിസ്റ്റൺ നമ്മൾ അറേഞ്ച് ചെയ്യും. നമ്മൾ ഈ ചരട് പിടിച്ചിട്ട് എഴുതൂലേ? ഹലോ, സർക്കിളൊക്കെ വരയ്ക്കാനായിട്ട് ഒരു രണ്ട് പേന കുത്തിയിട്ട് ഒരു സർക്കിൾ വലുത് ഒരു സർക്കിൾ ചെറുതായിട്ട് അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റില്ലേ? നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ചെയ്യണ കാര്യം തന്നെ ഇപ്പുറത്തേക്ക് ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന പരിപാടി, അതിനാണ് പാന്റോഗ്രാഫ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വർക്ക് ചെയ്യണ പിസ്റ്റൺ ഇല്ലേ, അതിന് നമ്മളൊരു പേനയോ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്തിട്ട് അത് ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഈ എഞ്ചിൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുക. അതിന്റെ ഡ്രോയിങ് ഡയഗ്രാം വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ.
അതെ, ഇങ്ങനെയൊക്കെ ഒരു മെത്തേഡ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇതുണ്ടെങ്കിൽ സ്റ്റൈലസ് കണ്ട. ഹലോ ഹലോ ഈ സാർ സ്റ്റൈലസ് എന്ന് പറഞ്ഞൊരു പേന. ഈ പേനയിലേക്ക് നമ്മൾ പിസ്റ്റന്റെ ഏതെങ്കിലും ഭാഗം നമ്മൾ ഒരു ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിടും. അപ്പൊ പിസ്റ്റൺ മൂവ് ചെയ്യണ അനുസരിച്ച് ഈ പേന ഒരു ട്രേസിംഗ് പേപ്പറിൽ വരയ്ക്കണത് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ കണ്ട ഡയഗ്രാം പോലെ ആയിരിക്കും വരയ്ക്കുക. ഇതുണ്ടോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഡയഗ്രാം വരച്ചെടുത്തിട്ട് ഇതിന്റെ ഉള്ളില് പ്രഷർ നമ്മൾ ആവറേജ് ആയിട്ട് ഓരോ സ്ട്രിപ്പ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ നമ്മൾക്ക് കിട്ടും. ദി ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ ഓഫ് ആൻ എഞ്ചിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഡ്രോൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എഞ്ചിൻ ഇൻഡിക്കേറ്റർ. എഞ്ചിൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ കണ്ടുപിടിക്കും. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. അതായത് ബൈ ഡ്രോയിങ് ദി ഡയഗ്രാം ഓൺ എ സ്ക്വയർഡ് പേപ്പർ ആൻഡ് ദെൻ ഫൈൻഡിങ് ദി ഏരിയ ഓഫ് കണ്ടെയ്നിങ് നോ സ്ക്വയർ. നമ്മൾ ഇൻഡിക്കേറ്റർ വരച്ചിരിക്കും. ബൈ ഫൈൻഡിങ് ദി ഏരിയ ഓഫ് ദി ഡയഗ്രാം വിത്ത് എല്ലോ ഒലാനിമീറ്റർ ബൈ മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. ഇങ്ങനെ കുറെ മെത്തേഡുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എ ഇൻറ്റു എസ് ബൈ എൽ. ഹലോ, അപ്പൊ സാർ ഇത് ചോദ്യത്തിൽ ഇതുപോലെ തന്നെ തന്നിട്ടുണ്ടാവും. ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ കാർഡ് എ ഇൻറ്റു സ്കെയിൽ ഓഫ് ഇൻഡിക്കേറ്റഡ് സ്പ്രിങ് എസ് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ഇൻഡിക്കേറ്റർ കാർഡ്. ഇത് മൂന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് വെറുതെ അങ്ങനെ എ എസ് ബൈ എൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അടുത്തത് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് വേറെ മീൻ ഹൈറ്റ് ഓഫ് ഡയഗ്രാം ഇൻറ്റു സ്കെയിൽ ഓഫ് സ്പ്രിങ് ഇൻഡെക്സ്. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ ലെങ്ത്. അതല്ല 2 തന്നേക്കണെന്നുണ്ടെങ്കിൽ 2 കൂടി ഗുണിച്ചാൽ മതി. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ കിട്ടുന്നതിന് നമ്മൾ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ മനസ്സിലാവും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് തുടക്കത്തിൽ മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇനി അഥവാ അതിൽ 2 കാര്യം തന്നിട്ടുള്ളൂ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും മീൻ ഹൈറ്റ് ഓഫ് ഇൻഡിക്കേറ്റർ ഇൻറ്റു സ്കെയിൽ ഓഫ് സ്പ്രിങ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേനും അത് തമ്മിൽ ഗുണിച്ചാൽ മതി. 2 തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത് മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടും. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ സാർ. അപ്പൊ മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ ഞാൻ ഇപ്പോഴും പറയണം. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ ആണ്. അല്ലാണ്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യണ 100% ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടൊന്നും ഡെവലപ്പ് ചെയ്യണ പവർ അല്ല. ആ പർട്ടിക്കുലർ പ്രഷറിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പവറിനാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവർ ഒരിക്കലും നമ്മൾക്ക് ഫുൾ ഔട്ട്പുട്ടിലോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഡിക്കേറ്റർ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എ എസ് ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എൽ അല്ലെങ്കിൽ എ ഇൻറ്റു എസ്. ഇങ്ങനെ 2 ഫോർമുലേ ഉള്ളൂ. അപ്പൊ ഇൻഡിക്കേറ്റഡ് പവറിന്റെ ഫോർമുല ഉണ്ട് ഇനി. അപ്പൊ മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതേ ഇൻറ്റു എൽ എ എൻ. The indicated power is the power actually developed by the engine cylinder. It is based on the information obtained in the indicated diagram. Indicated diagram നിന്ന് നമുക്ക് കിട്ടുന്ന പ്രഷറിനാണ് ഇൻഡിക്കേറ്റഡ് പ്രഷർ എന്ന് പറയുക. അതിനെ നമ്മൾ പി എം ഡിനോട്ട് ചെയ്യും, മെയിൻ എഫക്റ്റീവ് പ്രഷർ. ഇനി എൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻ മീറ്റർ, എ ഏരിയ ഓഫ് പിസ്റ്റൺ ഇൻ മീറ്റർ, എൻ ഇസ് ആർ പി എം സ്പീഡ് ഓഫ് ദി എഞ്ചിൻ, എൻ ഇസ് ദി നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ആണ്, സ്മോൾ എൻ. അപ്പോ ഇതിൽ ഒരു ചെറിയ ഇതും കൂടി വരും. അതെന്താണെന്ന് വെച്ചാൽ എൻ ഇസിക്കൽ ടു 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ നമ്മൾക്ക് എൻ ഇസിക്കൽ ടു ആ ആർ പി എം തന്നെ എഴുതാം. ഹലോ, നമുക്ക് ഫോർമുലയിൽ എൻ ഇസിക്കൽ ടു ആർ പി എം തന്നെ എഴുതാം. 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഹലോ, 4 സ്ട്രോക്കിൽ 2 റൊട്ടേഷനിലാണ് 4 സ്ട്രോക്ക് ഉണ്ടാണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ടി വരും. ഇനി ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു പി എം, പി മീൻ എഫക്റ്റീവ് ഇൻറ്റു എൽ എൻ ബൈ 60 ഇൻറ്റു 10⁵. അതാവുമ്പോ വാട്ടിലാവും. 100 PM LAN by 60 എന്ന് പറയുമ്പോഴത്തേനും കിലോ വാട്ട് ആണ്
100 PM LAN/60 എന്ന് പറയുമ്പോഴത്തേനും കിലോ വാട്ട് ആണ്. അതിൽ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അത് നോക്കിക്കട്ടെ. അപ്പൊ ഈ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. ഇൻഡിക്കേറ്റർ പൊട്ടൻഷ്യൽ ടു 100 PM/LAN കിലോ വാട്ട് എന്ന് പഠിച്ചാൽ മതി. ഇവിടെ ഒരു കെയും കൂടി വരണം. ഇത് PDF ആണ്. ഇത് 2 കിലോ വാട്ട് ആണ് കേട്ടോ. ഈ മുകളിൽ എഴുതിയേക്കുന്നത് കിലോ വാട്ട്, താഴെ എഴുതിയേക്കുന്നത് കിലോ വാട്ട് ആണ്. നാളെ പറഞ്ഞു. നാളെ പരിപാടി പുള്ളി തന്നെ. നാളെ ഫുഡ് ഉച്ചയ്ക്ക്. ഇന്ന് 3 മണിക്കുണ്ടല്ലോ. ഇന്ന് 3 മണിക്ക് നമ്മൾ പുള്ളി അവർക്ക് ചായ കടി കൊടുത്ത് നമ്മളൊന്നും പറഞ്ഞുകൊണ്ടാണ്. നാളെ പുള്ളി നമുക്ക് തന്നെ 3 മണിക്കോടെ വെച്ചാ ഇലക്ട്രിക്കൽ വെച്ച് 3 3:4 മതി. അവിടെ 2 ഗസ്റ്റ് ഉണ്ട്, അവർ വിളിക്കാറുണ്ട്. ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പത്തെ ഗസ്റ്റിനോട് താഴെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആളൊക്കെ ഉണ്ടല്ലോ നമുക്ക് 3 ഗസ്റ്റ് നമുക്ക് താഴെ 3 ഗസ്റ്റ്. താഴെ ഒരാളെ കണ്ടു, ഇവിടെ ഒരാളെ കണ്ടോളൂ. ഞങ്ങൾ എവിടെയെങ്കിലും പോകണം. ഇവിടെ ഒരാളെ കണ്ടോളൂ. സാജുദ്ദീൻ, പിന്നെ ഫാരിസും കൂടി ഉണ്ട്. അപ്പൊ ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു 100 PM/LAN/60. ഇത് കെ എന്ന് പറയുമ്പോഴത്തേന് നമ്പർ ഓഫ് സിലിണ്ടർ ആണ്. അതായത് നമ്മൾ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാവുന്ന. ഹലോ, 100 PM/LAN/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ പവറാണ്. അപ്പൊ മൾട്ടി സിലിണ്ടർ ഉണ്ടെങ്കിൽ ഓരോ സിലിണ്ടറും അത്രയും പവർ ഉണ്ടാക്കണ്ടാവില്ലേ? ഹലോ, അപ്പൊ അതേ ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ ഇട്ട് കുടിക്കുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും. ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ആദ്യം നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുല AS/L അല്ലെങ്കിൽ AS. ഇത് രണ്ടിൽ ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കണം അത് പഠിച്ച് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. നീ പ്രോബ്ലം എഴുതിക്കോ. A laboratory experiment following observations were noted during the test of a 4-stroke engine. എഴുതിയെടുത്തോളാം. ഇതൊന്ന് പറ, എത്ര എഴുതി കഴിഞ്ഞെന്ന് പറ.
ഹലോ, എഴുതിയില്ലേ? ഹലോ ഹലോ, എല്ലാരും പോയോ? ഹലോ, എഴുതി. എഴുതിയില്ലേ? എങ്ങനെയാണ് ചെയ്യാ? നീ ചെയ്യാൻ എന്താ ഉള്ളത്? ഫോർമുല എന്നാ മീൻ എഫക്റ്റീവ് പ്രഷറിന്റെ എന്താ നമുക്ക് എ കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റു എസ് ബൈ എൽ. ആ, എ ഇൻറ്റു എസ് ബൈ എല്. അതെടുത്ത് തന്നിട്ടുണ്ടോ? എ 420, ആ എ 420, ആ എസ് 1.1 ബാർ, ആ എൽ 62 mm. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മീൻ എഫക്റ്റീവ് പ്രഷർ. മീൻ ഇഫക്റ്റീവ് പ്രഷർ. അതെന്തിനാ കിട്ടുക? യൂണിറ്റ് യൂണിറ്റ് ഇപ്പൊ ഇത്രയും ആലോചിച്ചിട്ടുണ്ടല്ലേ? ഇത് മില്ലിമീറ്റർ, ഇത് മില്ലിമീറ്റർ, ഇത് ബാർ ബൈ മില്ലിമീറ്റർ. അപ്പൊ ഇവിടെ യൂണിറ്റ് എപ്പോഴും ബാർ തന്നെ ഉള്ളൂ അല്ലെ? മില്ലിമീറ്റർ ബാർ ബാർ ബാർ. ബാറിൽ കിട്ടും. ബാർ. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. പി എം ഇൻറ്റു എന്താണ് ലെങ്ത്, ഡയമീറ്റർ ഓഫ് ദി ഡിഷൻ 100 എന്നുണ്ട്. ലെങ്ത് ഓഫ് സ്ട്രോക്ക് 150 എന്നുണ്ട്. എഞ്ചിൻ സ്പീഡ് 450 എന്നുണ്ട്. എഞ്ചിൻ സ്പീഡ് നമ്മൾ എത്ര, എന്ത് എഞ്ചിനാണ് എന്ത് എഞ്ചിനാണ്? ഫോർ സ്ട്രോക്ക് ഡീസൽ. അപ്പൊ എങ്ങനെ എടുക്കും? പി എം എൽ എൻ ബൈ 60 എന്നെ എത്ര എടുക്കും? ബൈ 2 ചെയ്യണം. പൈസ ചെയ്യണം. ചെയ്തോ? 225. പിന്നെ ലെങ്ത്തും ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എല്ലാം മീറ്ററിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് പി എം എത്ര കിട്ടി? ചെയ്ത് നോക്കിയേ. പി എം എത്ര കിട്ടി? 7.45. ഓക്കെ. അടുത്തത് ഏരിയ ലെങ്ത്തും. ഏരിയ എത്ര കിട്ടി? ഏരിയ എത്ര കിട്ടി? ഏരിയ എത്ര കിട്ടി? ഏരിയ എത്ര കിട്ടിയടാ? 7.85. 7.85 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ. ലെങ്ത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആ ഫോർമുല കിട്ടും. പി എം എൽ എൻ ബൈ 60, 100 പി എം എൽ എൻ ബൈ 60 എന്ന് പറഞ്ഞ ഫോർമുല.
കിട്ടിയാ? ആൻസർ കിട്ടിയാ? ത്രീ പോയിന്റ് 2917 എന്താണ് യൂണിറ്റ് എന്തായിരിക്കും? കിലോവാട്ട്. യെസ്, കിലോവാട്ട്. അപ്പൊ ഇൻഡിക്കേറ്റർ മീനപ്പറ്റി പ്രശ്നത്തിന്റെ ഇതിന്റെ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. ചിലപ്പോ 6 മാർക്കിന്റെ ചോദിച്ചേ ഉള്ളൂ. അപ്പൊ ഇതിലിപ്പോ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ A*S മാത്രം തന്നിട്ടില്ലെങ്കിൽ ആയിട്ട് ഗുണിച്ചാൽ മതി. അവിടെ നമുക്ക് ബാറിൽ കിട്ടും പ്രശ്നം. 2 ക്വാണ്ടിറ്റിയാണ് ഇൻഡിക്കേറ്റഡ് മീനപ്പറ്റി പ്രശ്നം കാണാൻ തന്നിട്ടില്ലെങ്കിൽ ആ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ 2 ക്വാണ്ടിറ്റി ഇൻറ്റു ഡിവൈഡ് ബൈ ലെങ്ത്. അവിടെ ശ്രദ്ധിക്കുക, ഈ ആദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഓർഡറിലാണെന്ന്. ഓർഡറിലല്ല, ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രം തന്നിട്ട് കണ്ടില്ലേ, സ്പ്രിംഗ് ഇൻഡെക്സ് പിന്നെയാണ് തന്നേക്കണം 1.1 ഗുണിക്കേണ്ടത്. ശ്രദ്ധിച്ചാൽ മതി, ലെങ്ത് ആണ് അടിയിൽ വരിക. അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ കിട്ടി. എഞ്ചിനില് ഡെവലപ്പ് ചെയ്യുന്ന പവർ, അതിനാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുക. ഞാൻ തെർമൽ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ പവറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് പവർ മുഴുവൻ നമ്മളെടുത്ത് ഷാഫ്റ്റിലേക്ക് കിട്ടൂല. ഷാഫ്റ്റിലേക്ക് കിട്ടുന്ന പവറിനാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ ലോസസ് ഒഴിവാക്കിയിട്ട് ഷാഫ്റ്റിലേക്ക് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയാ. BP, ബ്രേക്ക് പവർ. Brake power is the power available in the crankshaft. The brake power of an IC engine is usually measured in the Prony brake drum in case of Prony brake and rope brake അല്ലെങ്കിൽ Prony brake dynamometer എന്നാണ് ഈ അറേഞ്ച്മെന്റിൽ പറയുന്നത്. അതായത് നമ്മള് ബ്രേക്ക് ഡ്രമ്മില് നിങ്ങൾ ഇവിടത്തെ വർക്ക്ഷോപ്പ് ഒക്കെ വിസിറ്റ് ചെയ്ത് അറിയാം. അതിന്റെയൊക്കെ മോട്ടറിന്റെ ഷാഫ്റ്റിൽ കൂടി നമ്മൾ ഒരു കപ്ലിംഗ് കൊടുത്തിട്ട് പുള്ളിയിൽ റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിനാണ് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ എന്ന് പറയാം, ബ്രേക്ക് പവർ മെഷർ ചെയ്യാനുള്ളത്. ഈ ഡൈനാമോമീറ്ററിൽ നമ്മളൊരു പർട്ടിക്കുലർ വെയിറ്റ് ആഡ് ചെയ്യും. കണ്ടില്ലേ, 2 ഷൂ കൊടുക്കും. ഇത് കണ്ടല്ലോ, ഹലോ, ഷൂ കൊടുക്കും. ഈ 2 ഷൂ കൊടുക്കും. മുകളിലൂടെ ഒരു ലിവർ കൊടുത്തിട്ട് ലിവറിൽ നമ്മൾ ഒരു വെയിറ്റ് ആഡ് ചെയ്യും, നോൺ വെയിറ്റ്. അപ്പൊ ആ വെയിറ്റും ഈ ഡ്രമ്മിന്റെ സെന്ററിൽ നമ്മളുടെ ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ടോർക്ക് കിട്ടും. വെയിറ്റ് ഇൻറ്റു ലെങ്ത് ഇല്ലേ, ടോർക്ക് കിട്ടില്ലേ. അടുത്തത് ഇതിന്റെ സെന്ററിൽ നമ്മളൊരു RPM മീറ്റർ വെച്ചിട്ട് ആ RPM മെഷർ ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പവർ മെഷർ ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പവറിന്റെ ഫോർമുല ഇത്രയേ ഉള്ളൂ, 2πnt/60 ടോർക്ക് ഇൻറ്റു 2πn/60 എന്ന് പറയുമ്പോൾ T ഒമേഗ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ടോർക്ക് ഇൻറ്റു ആംഗുലർ റൊട്ടേഷൻ, ആംഗുലർ വെലോസിറ്റി അല്ലെ, T ഒമേഗ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പഠിച്ചാൽ മതി, പണ്ട് പഠിക്കണ്ട. അപ്പൊ ടോർക്കിന്റെ ഫോർമുല നമുക്ക് അറിയാമല്ലോ, വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടില്ലേ, W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെല്ലല്ലേ, ആരെങ്കിലും ഉണ്ട്? എല്ലാരും പോയാ? 14 പേരുണ്ട് ഇല്ലേ. W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ടോർക്ക് കിട്ടി ഇൻറ്റു 2πn/60 വാട്ട്സ്. ഇത്രേ ഉള്ളൂ പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്ററിന്റെ ബ്രേക്ക് പവർ കാണാനുള്ള ഫോർമുല. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഹലോ അപ്പൊ പ്രോണി ബ്രേക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വർക്ക്ഷോപ്പിലുള്ളത് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ. രണ്ട് മെക്കാനിസങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. റോപ്പ് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇതല്ലേ, ആദ്യം ഒരു സ്പ്രിംഗ് ബാലൻസ് മുകളിലേക്ക് കൊടുക്കും. ആ സ്പ്രിംഗ് ബാലൻസിൽ കൂടി കണക്ട് ചെയ്ത റോപ്പ് ഡ്രമ്മിന്റെ ചുറ്റിനും ഇട്ടിട്ട് ഒരു വെയിറ്റ് കൊടുക്കും. അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേനും സ്പ്രിംഗ് ബാലൻസ് റീഡിങ് -W ആയിരിക്കും. അതായിരിക്കും ആ ബ്രേക്ക് ഡ്രമ്മിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഡ്രമ്മിന്റെ ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും യൂഷ്വലി.
അത് കൃത്യമായിട്ട് ഡ്രമ്മിന്റെ ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കുമോ? പിന്നെ എന്തെങ്കിലും വരുമോ അതിന്റെ ഒപ്പം? ഹലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഡ്രമ്മിന്റെ ഡയമീറ്ററിന്റെ പകുതി എടുത്താൽ മതിയോ? എല്ലാം ഉറങ്ങിയടാ. ഉറങ്ങിയ വേലൊക്കെ ഒന്ന് പറയാ. ഈ സെയിം ഫോർമുല തന്നെ വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ലിസ്റ്റ് ഇൻറ്റു 2πn/60. അത് തന്നെയാണ് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്ററിന്റെ ഫോർമുല. ഡബ്ല്യുവിന് പകരം നമ്മൾ എന്ത് വരും? എസ് മൈനസ് ഡബ്ല്യു എന്ന് വരും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് ഡ്രമ്മിന്റെ ഡയമീറ്ററിന്റെ പകുതി, അതിനൊപ്പം ഈ റോപ്പിന്റെ ഡയമീറ്ററും കൂടി ആഡ് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ഫോർമുല ഇങ്ങനെയാണ് വരിക: പവർ ഈസ് ഇക്വൽ ടു ബ്രേക്ക് പവർ ഈസ് ഇക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എസ് ഇൻറ്റു 2πn/60 ആണ്. അത് അതിന് പകരം തന്നെ ഡയമീറ്റർ ആക്കി 2πr ഡ്രമ്മിന്റെ റേഡിയസ് ഇൻറ്റു എൻ. അതില് 2d/2 എന്ന് പറയുമ്പോ ആ 2 ഇൻറ്റു കൂടി വെട്ടിപ്പോയി, അതുകൊണ്ടാണ് πdn/60. ഫോർമുലയിലുള്ള പ്രശ്നമുണ്ടോ? ഹലോ, ഫോർമുലയിലുള്ള ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയൂ. അതായത് ബ്രേക്ക്, അത് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു, അതിന്റെ പ്രോബ്ലം ചെയ്തു. ഇനി അടുത്തത് ബ്രേക്ക് പവർ എത്ര നമ്മൾക്ക് ഷാഫ്റ്റിൽ കിട്ടേണ്ടത് അത് കണ്ടുപിടിക്കാനായിട്ട് 2 മെക്കാനിസംസ് ഉണ്ട്. ക്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ, അതിനൊന്നുമില്ല, ഒരു ബ്രേക്ക് ഡ്രം നമ്മൾ ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഡ്രം, വെറുതെ ഡ്രം, അതിന്റെ മുകളിലും താഴെ ഓരോ ഷൂ കൊടുക്കും. ഷൂവിൽ ഒരു ലിവർ കൊടുത്തിട്ട് ആ ലിവറിന്റെ അറ്റത്ത് നമ്മളൊരു നോൺ വെയിറ്റ് ആഡ് ചെയ്യും. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് എത്രയായിരിക്കും? ടോർക്കിന്റെ ഫോർമുല എന്താണ്? ഹലോ, ചോദിച്ചവനാരാടാ? ചോദിച്ചാരാണ്? വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ലെങ്ത്. അതാണ് ടോർക്കിന്റെ ഫോർമുല. അപ്പൊ നമ്മൾ പവർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ഒമേഗ ആണ്. ആംഗുലർ ആക്സിലറേഷൻ 2πn/60 ആണ് ഒമേഗ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാനും ഇതൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഈ ഫോർമുല അങ്ങോട്ട് പഠിക്കുക. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ടോർക്കിന് പകരം വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അങ്ങനെ എഴുതാലോ? ഹലോ, ടോർക്കിന് പകരം വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഴുതാലോ? ഇൻറ്റു 2πn/60. ഒമേഗക്ക് പകരം 2πn/60. ഒമേഗയുടെ ഫോർമുല ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന എന്താണ്, വെലോസിറ്റിക്ക് പറയുന്നതാണ് 2πn/60 അല്ലേ? അപ്പൊ അങ്ങനെ എഴുതാലോ. ഇത് ക്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ. ഇതാണ് ക്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ. അതേപോലെ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ. അതിലെങ്ങനെയാ റോപ്പ് ഇതിങ്ങനെ കൊളുത്തിയിടും. നമ്മൾ നേരത്തെ വെയിറ്റ് ഇങ്ങനെ കൊടുത്തില്ലേ, അതിന് വെയിറ്റ് ഒരു സൈഡിലേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ സ്പ്രിംഗ് ഇൻഡെക്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ഇതിനെ മുകളിലേക്കും വലിക്കും, വെയിറ്റ് താഴേക്കും വലിക്കും. അപ്പൊ റിസൾട്ടന്റ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേന് എസ് മൈനസ് ഡബ്ല്യു ആണ് അല്ലേ? ഹലോ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ആരോ ഉണ്ട്, ഈ ആരോ ഒന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരുമ്പോൾ റേഡിയസ് വരും, ഡ്രമ്മിന്റെ റേഡിയസ്, അല്ലെങ്കിൽ d/2 പ്ലസ് ഈ റോപ്പിന്റെ ഡയമീറ്റർ കൂടി പ്ലസ് ചെയ്താണ് കറക്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ അല്ലെ? റോപ്പിന്റെ ഡയമീറ്ററിന്റെ പകുതി അല്ലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പകുതി അല്ല, റോപ്പിന്റെ ഡയമീറ്റർ തന്നെ എടുക്കണം അല്ലെ? അവിടെയല്ലേ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൃത്യം കിട്ടുള്ളൂ അല്ലെ? ഫോർമുല ഇത്രേ ഉള്ളൂ. ഡബ്ല്യു ഇൻറ്റു എല്ലിന് പകരം ഇവിടെ ഡയമീറ്റർ വന്നു അല്ലേ? അപ്പൊ ഡബ്ല്യു മൈനസ് എസ് ഇൻറ്റു ഡി. ഡി എന്ന് പറയുമ്പോഴത്തേനും ഡി അല്ല വേണ്ട, r/2 അല്ലേ വേണ്ട, അല്ലെ d/2 ആണ് വേണ്ടത് അല്ലെ? ഡയമീറ്ററിന്റെ പകുതിയാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ രണ്ട് വെട്ടിപ്പോകൂലേ? 2πn/60 ആ 2 വെട്ടിപ്പോകൂലേ? അപ്പൊ ഡബ്ല്യു മൈനസ് എസ് ഇൻറ്റു πdn/60. കുറച്ചും കൂടി ലെജിബിൾ ആയിട്ട് എഴുതുമ്പോ എന്താ, ഡബ്ല്യു മൈനസ് എസ് ഇൻറ്റു πd പ്ലസ് ഡി, റോപ്പിന്റെ ഡയം കൂടി ആഡ് ചെയ്യും കൃത്യമായിട്ട് എടുക്കാനായിട്ട്.
ഡൗട്ട് ഒന്നുമില്ല. ഈ പ്രോബ്ലം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവും. Following data were recorded during the test of an oil engine. Speed of the engine 100 rpm, load on the engine 1000 Newton, length of brake 70. Determine the brake torque and brake power of engine. ഈ രണ്ട് പ്രോബ്ലം കൂടെ എഴുതിക്കോ. എന്നിട്ട് ഇതങ്ങട് അടുത്ത ആഴ്ച ചെയ്ത് കൊണ്ടുവന്നാല്. അടുത്ത ആഴ്ചയല്ല, നാളെ തന്നെ ചെയ്തു. നാളെ ഉച്ചയ്ക്ക് പറ്റിയ എടുക്കാൻ ക്ലാസ്. ഇല്ലാണ്ട് തീരൂല. രണ്ട് പ്രോബ്ലം. Following data were recorded during the test of an oil engine. Speed of the engine 100 rpm, load on the engine 100 Newton, length of brake drum 70. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണ്? W into L into 2πn/60. രണ്ടാമത്തത് എന്താണ്? W minus S into D plus D divided into n/60. ഇത്രേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഈ n നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും? RPM തന്നിട്ടുണ്ടോ? RPM തന്നിട്ടില്ലേ? എന്നിന് വല്ല വ്യത്യാസം വരുമോ? ഇതിനകത്തുള്ള എന്നിന്റെ വല്ല വ്യത്യാസം ഉണ്ടോ? ഹലോ, നേരത്തെ നമ്മൾ n/2 n എടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഹലോ 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 പറഞ്ഞിരുന്നു. ഇതില് എന്നിന് വല്ല വ്യത്യാസം വരുമോ? n/2 എടുക്കണോ? വേണ്ട. യെസ്. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞ? ഇതാരുടെ പറഞ്ഞത്? സായുജ്. എന്തുകൊണ്ടായിരിക്കും? അത് നമ്മള് രണ്ട് പവറായിട്ട് കിട്ടണോണ്ടല്ലേ അങ്ങനെ പറഞ്ഞ നേരത്തെ. പറഞ്ഞു. അതായത് നമ്മൾ ഇതിന്റെ കേസിൽ നമ്മൾ എടുക്കുന്ന RPM എന്ന് പറയണത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രമ്മിൽ നമ്മളൊരു ഒരു RPM മീറ്റർ വെച്ചിട്ട് റീഡ് ചെയ്യണ RPM ആണ്. മനസ്സിലായോ? അത് കൃത്യം RPM നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്തെടുക്കാണ്. പക്ഷെ ഇൻഡിക്കേറ്റഡ് പവർ കാണുമ്പോൾ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പവർ സ്ട്രോക്കിന്റെ നമ്പർ ഓഫ് പവർ സ്ട്രോക്കിന്റെ എണ്ണമാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് അവിടെ വേണ്ടത് നമ്പർ ഓഫ് പവർ സ്ട്രോക്കിന്റെ എണ്ണമാണ്. അത് 4 സ്ട്രോക്കിൽ രണ്ട് റൊട്ടേഷനിലാണ് ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് n/2 എടുക്കും. 2 സ്ട്രോക്കിൽ ഒരു പ്രശ്നമില്ല. ഓരോ റൊട്ടേഷനിലും ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകും. ഓക്കെ, ഹലോ, ഇത്രയും ആലോചിച്ചാൽ മതി. ബ്രേക്ക് പവറിന്റെ കേസ് വരുമ്പോൾ RPM നിങ്ങൾ ഒന്നും ചെയ്യണ്ട. RPM അതുപോലെ തന്നെ എഴുതിയാൽ മതി. പ്രശ്നം തീർന്നല്ലോ. ഞാനത് മനസ്സിലാക്കിയതുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആണ്ട. ഓക്കെ സാർ. രണ്ട് രീതി പഠിക്കാം കേട്ടോ. ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ഏതാ ആവശ്യം? മാർക്കാണോ മനസ്സാണോ മനസ്സിലാക്കലാണോ നമുക്ക് ആവശ്യം? 14 വരെ ഉള്ളൂ. ചോദിച്ചേക്കട്ടെ. ഏതാണ് ആവശ്യം? ഹലോ, ഏതാണോ?